എവ്രിവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഹൈ പോണിറ്റെയിൽ കെട്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഹൈ പോണിറ്റെയിൽ കെട്ടുമ്പോൾ ഇതേ ഇങ്ങനെ അത് താഴെ ഇറങ്ങി വരാറാണ് പതിവ്. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്തിട്ട് എങ്ങനെ നല്ല വോളിമിനസ് ആയിട്ട് ഹൈ പോണിറ്റെയിൽ കെട്ടാം. മാത്രമല്ല ചിലർക്ക് കഷണ്ടി പോലെ ഫ്രണ്ടിൽ വരാറുണ്ട്. അപ്പോൾ അതൊന്നും എങ്ങനെ കവർ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഹെയർ ബാൻഡാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഹെയർ ബാൻഡ് ഏതാണെന്ന് വെച്ചാൽ, പിന്നെ നമുക്കൊരു ഇത് മാതിരത്തെ ഒരു ക്ലിപ്പും വേണം. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ വല്ല ഫ്രണ്ടിൽ വല്ലെങ്കിലും കട്ട് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കണം. എങ്കിലും നമുക്ക് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ ഈ കഷണ്ടി പോലെ ചിലർക്ക് ഉണ്ടാവും. എനിക്കുണ്ട്. കാരണം മുടി അധികം ഫ്രണ്ടിൽ കുറവാണ്. മുടി ഇങ്ങനെ പോണിറ്റെയിൽ കെട്ടി അവിടെ അത്രയും കഷണ്ടി മാതിരിയായി. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡ് ബാങ്ക്സ് ഒന്നും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് മാറ്റി ഒരു ക്ലിപ്പിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാൻ എൻ്റെ സൈഡ് ബാങ്ക്സ് എല്ലാം ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ക്ലിപ്പില്ലേ അത് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വയ്ക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ മിഡ് സ്കാൽപ്പ് ഏരിയയിൽ നിന്ന് കുറച്ച് ഹെയർ എടുത്തിട്ട് മുടി എടുത്തിട്ട് നന്നായിട്ട് ടീസ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി അങ്ങ് ടീസ് ചെയ്യൊന്നും വേണ്ട. നമുക്ക് മുടി പറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ചിലർക്ക് ടീസ് ചെയ്യണത് ഇഷ്ടമില്ലാത്തവർ ചെയ്യേണ്ട. അപ്പോൾ ചെറിയൊരു പഫ് മാതിരി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഏരിയയിലും ക്രൗൺ ഏരിയയിലും നന്നായിട്ട് ടീസ് ചെയ്ത് 2 സെക്ഷനായിട്ട് എടുത്ത് ടീസ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു പഫ് മാതിരി വന്ന് അപ്പോൾ കുറച്ചും കൂടി ഒരു വോളിയം തോന്നിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ അങ്ങനെ ചെയ്യേണ്ട. അങ്ങനെ ചെയ്തതിന് ശേഷം മുടിയെല്ലാം നല്ല ബാക്കിലോട്ടെടുത്ത് ഒന്നെങ്കിൽ നല്ലപോലെ ചീകിയെടുക്കുക, അല്ലെങ്കിൽ മെസ്സി ലുക്ക് വേണമെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എടുത്തിട്ട് ബാക്കിലോട്ടെടുത്ത് നന്നായിട്ട് ചീകിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു മെസ്സി ലുക്കാണ് ചെയ്യണത്. അപ്പോൾ വലിയ രീതിയിൽ ചീകിയൊന്നും എടുക്കാനില്ല, എന്നാലും ചെറിയ രീതിയിൽ ചീകി നല്ലൊരു ഹൈ പോണിറ്റെയിൽ എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഹെയർ ബാൻഡില്ലേ അത് ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണം. ഒരു 3 കെട്ടെങ്കിലും കൊടുക്കണം. എങ്കിലും നല്ല ടൈറ്റായിട്ടും വോളിമിനസ് ആയിട്ടും ഇരിക്കുള്ളൂ. അതുകൊണ്ടാണ് നല്ല ടൈറ്റായിട്ട് കൊടുക്കണേ. ഇപ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ട് ഡെയിലി കെട്ടാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇങ്ങനെ ഡെയിലി കെട്ടുമ്പോൾ നമുക്ക് നെറ്റി കയറാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഫ്രണ്ടിൽ ഇത്രയും പ്രഷർ കൊടുത്ത് നമ്മളൊരു പോണിറ്റെയിൽ കെട്ടുമ്പോൾ മുടി കൊഴിയാനും നെറ്റി കയറി കഷണ്ടി ആവാനും ചാൻസ് കൂടുതലാണ്. ഞാൻ ഡെയിലി പോണിറ്റെയിൽ കെട്ടുന്നതുകൊണ്ടുള്ള പ്രശ്നം, ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നെറ്റി കയറ്റം. അതിൻ്റെ മെയിൻ കാരണം ഇങ്ങനെ പോണിറ്റെയിൽ കെട്ടുന്നതാണ്. കാരണം പോണിറ്റെയിൽ കെട്ടുന്നവരാണെങ്കിൽ ലൂസായിട്ട് കെട്ടാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ചെറിയൊരു സെക്ഷൻ മുകളിൽ നിന്ന് എടുത്തിട്ട് താഴെയും കൂടെ എടുത്ത് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക, അവിടെ ഒരു വോളിയം കിട്ടും. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത ക്ലിപ്പില്ലേ അത് 2 സെക്ഷനായിട്ട് തിരിച്ചിട്ട് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വോളിമിനസ് ആയിട്ട് നമ്മുടെ പോണിറ്റെയിൽ ഇരിക്കും. പിന്നെ എന്താ പറയുക, താഴോട്ട് ഇറങ്ങി വരില്ല, അങ്ങനെ തന്നെ ഇരിക്കും, സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കും. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുടിയില്ലേ അത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് സൈഡിലോട്ടാണോ വകുപ്പെടുക്കണം അങ്ങോട്ടെടുത്ത് എന്താ പറയുക, ഒന്നുകിൽ 2 സൈഡിലും അങ്ങനെ തന്നെ ഇടുക, അല്ലെങ്കിൽ ചെവിയുടെ അങ്ങോട്ട് കയറ്റി വയ്ക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഇപ്പം വകുപ്പെടുത്തിയിരിക്കുന്ന സൈഡല്ല, അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ആണ് ഈ നെറ്റി കയറി രീതിയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പുറത്തെ സെക്ഷൻ എടുത്തിട്ടുണ്ട്. ഇപ്പുറത്തൊരു വകുപ്പെടുത്തിട്ട് അവിടെ നിന്നാണ് മുടി ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റേ സെക്ഷനിൽ നെറ്റി കയറിയത് കാണാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എന്താ പറയുക, നമ്മുടെ ഹൈ പോണിറ്റെയിൽ കെട്ടുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ടീസിങ് മാത്രം നിങ്ങൾ ഡെയിലി ചെയ്യണം എന്നില്ല. ടീസിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി അത്രയ്ക്ക് നല്ലതല്ല, കേടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടീസിങ് ഒന്ന് അവോയ്ഡ് ചെയ്യുക. സ്പെഷ്യൽ ഒക്കേഷൻസിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് കെട്ടിക്കൊണ്ട് പോകാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക ഹൈ വോളിമിനസ് പോണിറ്റെയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.